സംസ്ഥാന സമ്മേളനം സമാപിച്ചതിന് പിന്നാലെ സിപിഐഎമ്മിനുള്ളിൽ അതൃപ്തി പുകയുന്നു. നേതൃത്വത്തിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ ചില നേതാക്കളും അണികളും പരസ്യമായും അല്ലാതെയും രംഗത്ത് വന്നു. മുതിർന്ന നേതാവ് പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ മകൻ ജെയിൻ രാജ് വാട്സാപ്പ് സ്റ്റേറ്റസിലൂടെ പ്രതിഷേധം പ്രകടമാക്കി. പി ജയരാജനെ അനുകൂലിക്കുന്നവരും സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ മേഴ്സിക്കുട്ടിയമ്മ സംസ്ഥാന കമ്മിറ്റിയിൽ എതിർപ്പുന്നയിച്ചു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തെന്നാണ് കണ്ണൂരിൽ നിന്നുള്ള നേതാവ് സുകന്യ 24നോട് പറഞ്ഞത്. ചെഗുവേരയുടെ വളരെ പ്രശസ്തമായ ഒരു കോട്ടിംഗ് ആണത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരി തീർച്ചയായിട്ടും സമൂഹത്തിൽ നടക്കുന്ന അനീതികളോട് പ്രതികരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സഖാവാകുന്നത് എന്നതാണ് ചെഗുവേര അതിലൂടെ അർത്ഥമാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വാചകം അതിന്റെ കൂടെ വെച്ചു എന്നുള്ളതല്ലാതെ അതിനെ മറ്റൊരു തരത്തിലും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടി പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണല്ലോ ഒരു ഘടകത്തിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നത്. അതിനർത്ഥം പരിഗണിക്കപ്പെടാതെ പോയവരെല്ലാം കഴിവ് കുറഞ്ഞവരാണെന്നൊന്നുമല്ല. അഭിജിത്ത് മുഴക്കുന്നും അരുൺരാജും വിശദാംശങ്ങളുമായി. ആദ്യം അഭിജിത്ത് മുഴക്കുന്നിലേക്കാണ്. അഭിജിത്ത്, ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒഴിവാക്കൽ എന്ന തരത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് നിശ്ചയമായും പി ജയരാജന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള കടന്നുവരവ് തന്നെയാണ്. അദ്ദേഹത്തിന് ഇനി ആ തരത്തിലേക്ക് മേൽത്തട്ടിൽ അവസരമില്ല എന്നുള്ളതും സംസ്ഥാന ഘടകത്തിൽ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 72 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത തവണയാകുമ്പോഴേക്കും 75 വയസ്സ് എന്ന പ്രായം പിന്നിട്ട് കഴിയുകയും ചെയ്യും. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ അണികളിൽ നിന്ന് വലിയ വിമർശനം, പരിഭവം ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ ഒരു വാട്സാപ്പ് സ്റ്റേറ്റസ് ചർച്ചയായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഈ തരത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുമില്ല. എന്താണിപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള വിവരങ്ങൾ, അണികളുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടുതലായി നമുക്ക് ലഭിക്കുന്നുണ്ടോ അഭിജിത്ത്? അനുജ, കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള CPIM അനുകൂല ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഈ പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു വരുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ പി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള കാര്യങ്ങൾ, അതിലെ അതൃപ്തി തന്നെയാണ് വ്യക്തമാക്കുന്നത്, അത് തന്നെയാണ് പ്രകടമാക്കുന്നത്. നേരിട്ട് അതിനെ വിമർശിക്കുന്നില്ലെങ്കിൽ കൂടി പി ജയരാജനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല വാചകങ്ങളും ഈ പ്രൊഫൈലുകളിൽ കാണാം, ഈ പേജുകളിൽ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കണ്ണൂരിലെ CPMന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് പി ജയരാജൻ. പലപ്പോഴും ജയരാജന് ആ രീതിയിലുള്ള പരിഗണന കിട്ടുന്നില്ല. പി ജയരാജനെ പലപ്പോഴും തഴയുന്നു. ഈ വികാരം തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അണികൾക്കുള്ളത്, പി ജയരാജനുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുമുള്ളത്. അത് പലപ്പോഴും ഇങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോസ്റ്റുകളിലൂടെ അവർ അത് പ്രകടമാക്കിയതാണ്. ഏറ്റവും ഒടുവിലിതായി പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജിൻ്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് പുറത്തു വരുന്നു. ആ വാട്സപ്പ് സ്റ്റാറ്റസിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് നേരത്തെ സ്വരാജ് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച ചില കാര്യങ്ങളാണ്. അന്ന് ഈ അയോധ്യ വിധിക്ക് പിന്നാലെയായിരുന്നു മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്നൊരു ചോദ്യം സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേ വാചകങ്ങൾ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടാണ് ജെയിൻ രാജ് തൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് പലതരം വ്യാഖ്യാനങ്ങൾക്കിടയാക്കിയിരിക്കുന്നു. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ബന്ധപ്പെട്ടവർക്ക്, പി ജയരാജനുമായി അടുത്തു നിൽക്കുന്നവർക്കുണ്ടായിരുന്നു. പ്രായം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോഴില്ലെങ്കിൽ ഇനി അടുത്ത തവണ പി ജയരാജന് സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ കഴിയില്ല. ആ രീതിയിലാണ് പ്രായപരിധി മാനദണ്ഡങ്ങളുള്ളത്. അതിനാൽ തന്നെ ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ തീരുമാനം വരുമ്പോൾ അദ്ദേഹം സംസ്ഥാന സമിതിയിൽ മാത്രമായി ഒതുങ്ങുന്നു. അത് തന്നെയാണ് ഇങ്ങനെയൊരു അദ്ദേഹത്തിന് വിനയായി മാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അഭിജിത്ത്. ജില്ലാ കമ്മിറ്റിയുടെ ഒരു കത്ത് അത് സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുണ്ട് എന്നത് അത് ആ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്ന വാർത്തയാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല പരാതികളുമുണ്ട്. അതിൽ ഇത് അദ്ദേഹത്തിന് വിനയായി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ കരുതണമോ? അഭിജിത്തിന് കേൾക്കാമോ? ശരി, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഏതായാലും വലിയ അതൃപ്തി അണികളിൽ പുകയുന്നുണ്ട്. ഇപ്പോൾ സുകന്യ എന്ന നേതാവ് അവരുടെ പ്രതികരണം അല്പസമയം മുൻപ് നമ്മൾ നൽകുകയും ചെയ്തു. ഒരു വാചകം, അത് ചെഗുവേരയുടെ വാചകം അവർ ഉദ്ധരിക്കുന്നുണ്ട് തൻ്റെ സ്റ്റേറ്റസിൽ. പക്ഷേ അതുമായി ഇതിന് ബന്ധമൊന്നുമില്ല എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്.